എല്ലാവർക്കും വീണ്ടും വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉള്ളൊരു വീഡിയോ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ രാവിലെ അടുക്കളത്തോട്ടത്തിലോട്ട് വന്നു. അപ്പോൾ ഇന്ന് കറി വെക്കാനുള്ള പയറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പയറൊക്കെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു 4-5 വിത്തിനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നാൾ നട്ടിരുന്ന ചീരയാണ്, അതും അത്യാവശ്യം കറി വെക്കാൻ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ ചെറിയ ചീരകൾ വളർന്നു വരാനുണ്ട്. അപ്പോൾ ഇന്നാൾ ഞാൻ കാണിച്ചായിരുന്നല്ലോ നടുന്നതൊക്കെ. ചാണകപ്പൊടിയും മണ്ണും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നട്ടതാണ് കേട്ടോ. നന്നായിട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് 4-5 ഇല പരുവായിട്ടുള്ളൂ കേട്ടോ. നല്ല ഹൈറ്റിലങ്ങ് പോയിട്ടുണ്ട്. അധികം വെയിൽ അടിക്കാത്തടുത്താണ് നട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഹൈറ്റ് വെച്ചേക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ തിണ്ണയൊക്കെ ഒന്ന് തൂത്തുവാരി തുടച്ചിടുന്നുണ്ട്. അങ്ങനെ മുറ്റമൊക്കെ തൂത്തുവാരി കൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുറ്റം തൂത്തുവാരിയ ചപ്പിനകത്ത് ഒരു പാമ്പ് കിടക്കുന്നത് ആരെങ്കിലും കണ്ടായിരുന്നോ? അപ്പോൾ ഇത് ഒറിജിനൽ പാമ്പല്ല കേട്ടോ. മക്കൾ കളിക്കാൻ വേണ്ടി മേടിച്ചതായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ പുറത്ത് കൊണ്ടിടുന്നത് കേട്ടോ. പിന്നെ അത് കളി കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിന് തലയൊന്നുമില്ല, അവിടെ എവിടെയും കിടക്കുന്നതാണ്. ആദ്യം കാണുമ്പോൾ ഒന്ന് ചെറിയ പേടിയുണ്ടെങ്കിലും പിന്നെ അത് ശീലമായി കേട്ടോ. ഒറിജിനൽ പാമ്പല്ലെങ്കിലും കാണുമ്പോൾ ഒരു ഞെട്ടലുണ്ടാവും ആദ്യം. കണ്ടോ? ഇനിയിപ്പോൾ ആരും പറഞ്ഞേക്കരുത് കേട്ടോ, ഞാൻ പാമ്പിനെ തല്ലിക്കൊന്നൊന്നും കേട്ടോ. അത് റബ്ബറിൻ്റെ പാമ്പാണ് കേട്ടോ. പെരുന്നാളിന് മേടിച്ചതും കണ്ടോ. അതിൻ്റെ തലയെല്ലാം അവർ മുറിച്ച് കളഞ്ഞതാണ്. 2 തലയെങ്ങാണ്ട് ഉണ്ടായിരുന്നു, 2 മുറിച്ച് കളഞ്ഞതാണ് കേട്ടോ. ബാക്കി ഇവിടെ ഇത്രയും. ഇതിൻ്റെ കറുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് കണ്ടാൽ കുറച്ചും കൂടെ ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് തിരിയും, പാമ്പല്ലെന്ന് തിരിയും കേട്ടോ, ഒറിജിനൽ പാമ്പല്ലെന്ന്. ഇനിയിപ്പം മിറ്റം തൂക്കലെല്ലാം കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് ചീരയുടെ വിത്തുണ്ട്, അതൊക്കെ ഒന്ന് പറിച്ച് വെയിലത്തോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്നെക്കാളും പൊക്കമായി കേട്ടോ. പച്ചച്ചീരയുടെ വിത്താണ്. പച്ചച്ചീര നമുക്ക് മഴക്കാലത്ത് നട്ട് വെക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇതേപോലെ നട്ടിട്ട് 1-2 നിർത്തും വിത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ പറിച്ചെടുത്തില്ലെങ്കിൽ ഉറുമ്പ് കൊണ്ടുപോകും കേട്ടോ. വിത്തൊന്ന് ഇച്ചിരി ഉണങ്ങിക്കഴിഞ്ഞത്തേക്കും ഉറുമ്പ് മുഴുവനായിട്ടും കൊണ്ടുപോകും. പിന്നെ ഇതിൻ്റെ ആ ഒരു പൂവ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം ടൈപ്പ് ആകുമ്പോൾ ഞാൻ ഒരു കുറച്ച് കറുപ്പ് നിറം വന്നു കഴിയുമ്പോൾ ഇതേപോലെ പറിച്ച് വെയിലത്ത് വെക്കും. എന്നിട്ട് വിത്തുകൾ ഞാൻ സൂക്ഷിച്ച് വെക്കുന്നത് ഫ്രിഡ്ജിലാട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ വിത്ത് കേടാകാതിരുന്നോളൂ. അതെല്ലാം കഴിഞ്ഞ് വന്ന് കുറ്റിക്കുരുമുളകും ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നത് പറിച്ചെടുത്തു. ഇപ്പോൾ പുതിയ തിരികൾ വരുന്നതാണ് കേട്ടോ. അപ്പം വെയിലൊക്കെ ആയതുകൊണ്ട് വെയിലത്തുനിന്നെടുത്ത് മാറ്റി തണലത്തോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇലയ്ക്കൊക്കെ നല്ല പച്ചക്കളറും പിന്നെ പുതിയ തിരികളെല്ലാം വരുന്നുണ്ട്. നനയ്ക്കലെല്ലാം കഴിഞ്ഞ് വന്ന് ഉച്ചക്കത്തേക്കുള്ള കറി വെക്കുകയാണ് കേട്ടോ. മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം മാമ്പഴ പുളിശ്ശേരി വെക്കാനായിട്ട് മാമ്പഴം ഇവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ. അത്യാവശ്യം പുളിയും മധുരമെല്ലാം ഉണ്ട്. അപ്പം ഈ ചട്ടിയിലുള്ള വെള്ളത്തിൽ ഞാൻ ചേർത്ത് വെച്ചേക്കുന്നത് വെള്ളം, പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, വെളിച്ചെണ്ണ, മുളക് പൊടി, ഇത്രയാണ് കേട്ടോ. വെളിച്ചെണ്ണ ചേർക്കുകയാണെങ്കിൽ മാമ്പഴം ചട്ടിയുടെ അടിയിൽ ഒട്ടാതെ ഇരുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പം മാമ്പഴമൊക്കെ ഏകദേശം പകുതി വേവായിട്ടുണ്ട്. തേങ്ങ അരച്ച് ചേർക്കുകയാണ്. തേങ്ങ അരയ്ക്കാൻ നേരത്ത് ജീരകം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് ഉലുവാപ്പൊടിയാണ്. ഉലുവ വറുത്ത് പൊടിച്ചതിൻ്റെ ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് പുളിയുള്ള മോര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് മധുരത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം മാമ്പഴത്തിന് അത്യാവശ്യം മധുരമുണ്ട്. അതുകൊണ്ട് ശർക്കര ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതാ പുളിയുള്ള മോരും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള മോരായിരുന്നു കേട്ടോ. അത് മിക്സിയിലെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇച്ചിരി കനം കുറവായിട്ട് തോന്നുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് കടുക് താളിച്ചും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടൊക്കെ കൂടുതലും നാട്ടുമാങ്ങ വെച്ചിട്ടാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ നാട്ടുമാങ്ങ കിട്ടാത്തതുകൊണ്ടാണ് ഞാനിപ്പം മൂവാണ്ടൻ മാങ്ങ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോൾ ഇതാ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ മീൻ വറുക്കാനുണ്ട്, പിന്നെ ചിക്കനും കറി വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇടാനായിട്ട് 2-3 പച്ചമുളക് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കർണം പൊട്ടിമുളകാണ്, ഇതെൻ്റെ ലൈറ്റ് പച്ചയാണ്. അതുകൂടാതെ കടും പച്ചയും ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സാമ്പാറിലൊക്കെ ഇടാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മറ്റേ കടും പച്ചേനേക്കാളും കുറച്ച് എരിവ് കുറവാണ്. ഇനി തോരൻ വെക്കാനുള്ള പയറും കൂടി പറിച്ചെടുക്കുന്നുണ്ട്. ഇനി പാവയ്ക്കയും കൂടി തോരൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഉണ്ടായ പാവയ്ക്കയായിരുന്നു. അപ്പോൾ മോൾ ഇത് അരിഞ്ഞ് വെച്ചേക്കുന്നത് കേട്ടോ. കുറച്ച് വലുതാക്കി അരിഞ്ഞേക്കുന്നത്, ഇതിനേക്കാളും ഒന്ന് പൊടി പൊടിയായിട്ടായിരുന്നു അരിയേണ്ടത്. അപ്പം പാവയ്ക്കയിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തു, പിന്നെ ജീരകം പൊടിച്ചത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു കഷ്ണം നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കട്ടിയുള്ള തൈര്, ഉപ്പ്, ഉള്ളിയും കൂടി ചേർക്കണം കേട്ടോ. ഞാനത് പറയാനായിട്ട് വിട്ടുപോയി. എന്നിട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വെക്കണം. ഇനി അതൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും ചിക്കൻ കറി വെക്കുന്നുണ്ട്. അപ്പോൾ അടുപ്പ് കത്തിച്ചു, ചട്ടി അടുപ്പയിലോട്ട് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും മോനും പിന്നെ പെങ്ങളുടെ കൊച്ചും വന്നിട്ടുണ്ടായിരുന്നു. അവരെന്തോ ഇവിടെ കുളക്കാട് വരെ പോയതായിരുന്നു എന്തോ മേടിക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വർത്തമാനമാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി വെക്കാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ 2 കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്ര ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ കറി, ബീഫ്, മീനൊക്കെ വെക്കുന്ന സമയത്ത് കടുക് പൊട്ടിക്കലില്ല കേട്ടോ. ചേട്ടായി കറി വെക്കുമ്പം കടുക് ഇഷ്ടം പോലെ ഇടലുണ്ട്. എന്താണെന്നറിയത്തില്ല, ഞാൻ കടുക് പൊട്ടിക്കലില്ല. പിന്നെ ഇതാ ഉള്ളി വഴണ്ടി വന്നത്തേക്കും അതിലേക്ക് ചിക്കൻ മസാലയും പിന്നെ കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിച്ചത്, കുരുമുളക് ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. പിന്നെ 1-2 തക്കാളിയും കൂടി ചേർത്ത് വഴറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനിൽ നമ്മൾ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് കുറച്ച് നേരം തിരുമ്മി വെച്ചിരുന്നതാണ്. വേറെ മസാലയിലേക്ക് മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പം മസാലയൊക്കെ റെഡി ആയപ്പോഴത്തേക്കും ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടല്ലോ, ഇറങ്ങി വന്നോളും. ഒരുപാട് ചാറൊന്നും ആക്കുന്നില്ല, ഒരു ഗ്രേവി ടൈപ്പ് ആക്കാനായിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇവിടെ നിന്ന് വേകുന്ന ആ ഒരു സമയം കൊണ്ട് ഗ്യാസ് അടുപ്പയിലോട്ട് പാവയ്ക്ക തോരൻ വെക്കാനായിട്ട് ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് പയർ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടു. ഇനിയിപ്പം ചെറുതായി അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഉണ്ടായിരുന്നു കേട്ടോ, 2-3 അതും കൂടി ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും പാവയ്ക്ക തോരൻ വെക്കാനുള്ള കടുകൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ പാവയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുത്തു മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. ഉപ്പൊക്കെ ആ ഒരു സമയത്ത് ചേർത്തായിരുന്നല്ലോ. ഇനിയിപ്പോൾ ചെറുതീയിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ അപ്പോഴത്തേക്കും തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പയർ, പച്ചമുളക് അരിഞ്ഞത്, സബോള അരിഞ്ഞത് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതീയിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. പയർ മെഴുക്ക് പുരട്ടി വെക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും വെള്ളമൊക്കെ ചേർക്കാതെ ചെറു തീയിലിട്ട് ഒന്ന് പതുക്കെ വേവിച്ചെടുക്കുന്ന കേട്ടോ ടേസ്റ്റ്. അപ്പോഴേക്കും പാവയ്ക്കയൊക്കെ ഏകദേശം ആവി കയറി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെയും ഒരു 5 മിനിറ്റും കൂടെ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കനിലേക്കൊന്നും ചേർക്കാനില്ല കേട്ടോ. നമ്മൾ ആദ്യം ആ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് ചേർത്ത ആ ഒരു മസാല മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പം കുരുമുളക് പൊടിയും ചിക്കൻ മസാല ഉപയോഗിച്ച് നമ്മൾ കറി വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. കുരുമുളക് പൊടി ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് കളറാവും. അല്ലാതെ ഇവിടെ ചില സമയത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് അങ്ങനെയും വെക്കലുണ്ട്, ഗരം മസാലയൊക്കെ ചേർത്തിട്ട്. ഇനി പയറും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പയർ വേവായിട്ടില്ല, ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാനുണ്ട് ചെറിയ തീയിലിട്ടിട്ടോ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി പയറിലേക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓവറായിട്ട് ചേർത്തിട്ടില്ല, ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്താൽ ചേർത്തുള്ളൂ. ഇനി പാവയ്ക്കത്തോരനും റെഡി ആയിട്ടോ. ഇനിയിപ്പം മത്തിയും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ഉച്ച വരെയുള്ള വീഡിയോയും വിശേഷങ്ങളെല്ലാം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പം സ്കൂളൊക്കെ അടച്ചിരിക്കുന്നതുകൊണ്ട് മക്കൾക്ക് ഇങ്ങനെ വൈകിട്ട് ആയി കഴിയുമ്പോൾ കറങ്ങാൻ പോകണമെന്ന് പറയും കേട്ടോ. അങ്ങനെ കറങ്ങാൻ പോയിട്ടൊരു 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ 10 മണിക്കൊരു മൂവി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ദിവസം മുമ്പ് ബുക്ക് ചെയ്തിട്ടാണ്. 4 ദിവസം മുമ്പ് ബുക്ക് ചെയ്തിട്ടാണ് ടിക്കറ്റ് കിട്ടിയത്. ആവേശം എന്ന് പറഞ്ഞ മൂവിയായിരുന്നു ബുക്ക് ചെയ്തിട്ടായത്. അപ്പോൾ 10 മണിക്കാണ് ആ ഷോ ഉള്ളത് കേട്ടോ. അപ്പോൾ കണിച്ചാറാണ് ബുക്ക് ചെയ്തത്. ഞങ്ങൾക്ക് ഇവിടുന്ന് കണിച്ചാറും പേരാവൂരെല്ലാം ഏകദേശം ഒരേ ദൂരം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനു മുമ്പേ പിള്ളേർക്ക് ഇങ്ങനെ കറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണി കണ്ട വഴികളിലൂടെല്ലാം കറങ്ങിയിട്ട് ഒരു 9:30 ആയപ്പം കണിച്ചാറ് എത്തി കേട്ടോ. എന്നിട്ട് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൗണ്ടറിൽ നിന്ന് മേടിച്ചു കേട്ടോ. പിന്നെ ഇതാ കൂടുതലും ടീനേജേഴ്സ് ആയിട്ടുള്ളവരായിട്ട് സിനിമയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നിറച്ചും ആളുണ്ടായിരുന്നു. സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് നല്ല കൂവിച്ചയും ബഹളമെല്ലാം ഉണ്ടായിരുന്നു. അവസാനം വരെ അതുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആടുജീവിതം സിനിമ അതിന് മുമ്പേ കണ്ടിരുന്ന കേട്ടോ. ഇനിയും 2-3 സിനിമയും കൂടി ഇവിടെ റിലീസായത് കാണാനുണ്ട് കേട്ടോ. അപ്പം ആവേശം അത്യാവശ്യം കണ്ടിരിക്കാനൊക്കെ ആയിട്ട് രസമുണ്ടായിരുന്നു. അപ്പം കൂടുതലും ഇങ്ങനെ ചെറുക്കൻ പിള്ളേരായിരുന്നു കാണാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 10 മണിക്കത്തെ ഷോ എല്ലാം കാണാനായിട്ട് കയറുവാണേ. അപ്പം അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 2:30-2 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ രാത്രി സഞ്ചരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏകദേശം ഇത്രയൊക്കെ താമസിക്കുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെ സ്കൂളുള്ള ദിവസമൊന്നും പോക്കില്ലാത്ത കേട്ടോ. പിന്നെ വീട്ടിലോട്ട് വരുന്ന ഒരു സമയമാണ് കേട്ടോ അത്. അപ്പം ഇതിനിടയ്ക്ക് പടക്കക്കടയിലൊക്കെ കയറിയായിരുന്നു. പടക്കം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വിഷു ആഘോഷമൊന്നുമില്ല, പക്ഷേ പടക്കം പൊട്ടിക്കലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അന്ന് രാത്രി പൊട്ടിച്ച് തീർന്ന് കടന്നത്തേക്ക് ഏകദേശം ഒരു 3 മണീൻ്റെ അടുത്തായി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളെല്ലാം.